ഫിഫ ലോകകപ്പ് 2026 ബ്രസീലിന്റെ തിരിച്ചുവരവ്. ഫിഫ റാങ്കിങ്ങിലെ 83-ാം റാങ്കുകാരായ ഹെയ്ത്തിയെ എതിരില്ലാത്ത 3 ഗോളിനാണ് ബ്രസീൽ തോൽപ്പിച്ചത്. മത്തയാസ് കൂന്യ ഇരട്ട ഗോളോടെ നേടിയപ്പോൾ വിനീഷ്യസ് ജൂനിയർ 1 ഗോളും നേടി. ബ്രസീലിന്റെ 3 ഗോളും ആദ്യ പകുതിയിലാണ് പിറന്നത് എന്നതാണ് എടുത്തു പറയേണ്ടത്. 4-4-2 ഫോർമേഷനിൽ ഇറങ്ങിയ ബ്രസീലിനെ പ്രതിരോധത്തിൽ കോട്ടകെട്ടി 5-4-1 ഫോർമേഷനിലാണ് ഹെയ്ത്തി നേരിട്ടത്. എൻട്രിക്കിനെ സ്റ്റാർട്ടിംഗ് 11ലേക്ക് ആൻസലോട്ടി പരിഗണിച്ചിട്ടില്ല. വിനീഷ്യസ് ജൂനിയറിനും റാഫിഞ്ഞയ്ക്കുമൊപ്പം മത്തയസ് ക്യൂനിയ ആക്രമണ നിരയിൽ ആൻസലോട്ടി ഇറക്കി. ഹെയ്ത്തി തുടക്കം മുതൽ അല്പം പരുക്കൻ കളിയാണ് കാഴ്ചവെച്ചത്. വിനീഷ്യസ് ജൂനിയറെ അടക്കം തുടക്കത്തിലെ ഫൗൾ ചെയ്ത് വീഴ്ത്തി. 5-ാം മിനിറ്റിൽ ബ്രസീലിന്റെ കോർണർ. എന്നാൽ കൃത്യമായി പന്ത് വലയിലെത്തിക്കാനായില്ല. ഹെയ്ത്തി പ്രതിരോധം മികച്ചു നിൽക്കുന്നുവെന്ന് തന്നെ പറയാം. 8-ാം മിനിറ്റിലും 10-ാം മിനിറ്റിലും ഹെയ്ത്തി മുന്നേറ്റം നടത്തി. പക്ഷേ ബ്രസീൽ പ്രതിരോധം തടുത്തു. 11-ാം മിനിറ്റിൽ ബ്രസീൽ വല കുലുക്കിയെങ്കിലും ഓഫ് സൈഡ് കെണിയിൽ അകപ്പെട്ടു. റാഫിഞ്ഞയാണ് പന്ത് വലയിലാക്കിയത്. കടന്നാക്രമണത്തിലേക്ക് കടക്കാതെ കുറുകിയ പാസുകളിലൂടെ മുന്നേറാനാണ് ബ്രസീൽ ശ്രമിച്ചത്. എന്നാൽ ആദ്യ 15 മിനിറ്റിലെ ബ്രസീലിന്റെ മുന്നേറ്റങ്ങളെല്ലാം ഹെയ്ത്തി തടുക്കുന്നു. 16-ാം മിനിറ്റിൽ ബോക്സിന് പുറത്തുനിന്നുള്ള വിനീഷ്യസ് ജൂനിയറിന്റെ ഷോട്ട് പ്രതിരോധത്തിൽ തട്ടി പുറത്തേക്ക് പോകുന്നു. 20-ാം മിനിറ്റിൽ ബോക്സിനുള്ളിൽ വിനീഷ്യസ് ജൂനിയറിന് പന്ത് ലഭിച്ചെങ്കിലും പ്രതിരോധത്തെ മറികടന്ന് ഗോൾ അടിക്കാൻ സാധിച്ചില്ല. 21-ാം മിനിറ്റിൽ ബ്രസീലിന് കോർണർ ലഭിച്ചെങ്കിലും ഇതും മുതലാക്കാൻ സാധിക്കാതെ പോയി. 23-ാം മിനിറ്റിൽ ബ്രസീൽ ലീഡ് എടുത്തു. ബോക്സിനുള്ളിൽ നിന്ന് വിനീഷ്യസ് ജൂനിയറിന്റെ ഷോട്ട് ഹെയ്ത്തി ഗോൾ കീപ്പർ തടുക്കാൻ ശ്രമിച്ചെങ്കിലും റീബൗണ്ടായി. തൊട്ടുമുന്നിലുണ്ടായിരുന്ന കൂന്യ പന്ത് വലയിലേക്ക് തട്ടിയിട്ടതോടെ ബ്രസീൽ മുന്നിലെത്തി. 28-ാം മിനിറ്റിൽ ബ്രസീൽ മുന്നേറ്റം. പക്കിഞ്ഞയുടെ മുന്നേറ്റം റാഫിഞ്ഞയിലേക്ക്. പക്ഷേ താരത്തിന് പന്ത് കൃത്യമായി കണക്ട് ചെയ്യാൻ കഴിയാതെ പോയി. 31-ാം മിനിറ്റിൽ വീണ്ടും ബ്രസീൽ മുന്നേറ്റം. എന്നാൽ ഇതും ഗോളാക്കി മാറ്റാൻ സാധിക്കാതെ പോകുന്നു. 33-ാം മിനിറ്റിൽ ബ്രസീൽ ഗോൾ മുഖത്തിലേക്ക് പന്തെത്തിക്കാൻ ഹെയ്ത്തിക്കായെങ്കിലും ബ്രസീൽ പ്രതിരോധം തടുത്തു. 36-ാം മിനിറ്റിൽ ലീഡ് ഉയർത്തി ബ്രസീൽ. ബോക്സിന് തൊട്ടുപുറത്ത് നിന്ന് വിനീഷ്യസ് ജൂനിയർ നൽകിയ പാസിൽ നിന്ന് ലഭിച്ച പന്തുമായി ബോക്സിലേക്ക് കുതിച്ച കൂന്യ ഇടംകാൽ ഷോട്ട് കൊണ്ട് വലകുലുക്കി. 39-ാം മിനിറ്റിൽ പരിക്കേറ്റ റാഫിഞ്ഞയ്ക്ക് പകരം റയാനെ ബ്രസീൽ കളത്തിലിറക്കി. 45-ാം മിനിറ്റിൽ ബോക്സിലേക്ക് എത്തിയ ക്രോസിനെ പക്യുറ്റയ്ക്ക് കൃത്യമായി ഹെഡ് ചെയ്ത് വലയിലെത്തിക്കാനാവുന്നില്ല. ഇഞ്ചുറി ടൈമിന്റെ 3-ാം മിനിറ്റിൽ ബ്രസീൽ സ്കോർ ബോർഡിൽ 3-ാം ഗോൾ ചേർത്തു. വിനീഷ്യസ് ജൂനിയറാണ് ഇത്തവണ വല കുലുക്കിയത്. ലൂക്കാസ് പക്യുറ്റയുടെ അസിസ്റ്റിലാണ് ഈ ഗോൾ പിറന്നത്. ആദ്യ പകുതിക്ക് വിസിൽ മുഴങ്ങിയപ്പോൾ എതിരില്ലാത്ത 3 ഗോളിന് ബ്രസീലിന് ലീഡ്. 2-ാം പകുതിയിൽ പാസുകളിലൂടെ ടീമുകൾ മുന്നോട്ടു പോകാൻ ശ്രമിച്ചു. ബ്രസീൽ കളിയുടെ വേഗം അല്പം കുറച്ചാണ് 2-ാം പകുതിയുടെ ആദ്യ സമയങ്ങളിൽ ഹെയ്ത്തിയെ നേരിട്ടത്. 55-ാം മിനിറ്റിൽ ബോക്സിലേക്ക് വിനീഷ്യസിന് പാസ്. വെട്ടിത്തിരിഞ്ഞ് പ്രതിരോധ നിരയെ മറികടന്ന് ഗോളടിക്കാനുള്ള വിനീഷ്യസിന്റെ ശ്രമം പാളി. 57-ാം മിനിറ്റിൽ വിനീഷ്യസിന്റെ മുന്നേറ്റത്തിനൊടുവിൽ പോസ്റ്റിന് മുന്നിലേക്ക് കൃത്യമായൊരു ക്രോസ്. പക്ഷേ പന്ത് പോസ്റ്റിലേക്ക് തട്ടിയിടാൻ ആർക്കും സാധിക്കാതെ പോയി. 63-ാം മിനിറ്റിൽ എൻട്രിക്കിനെ ബ്രസീൽ കളത്തിലിറക്കി. ആദ്യ പകുതിയേക്കാൾ മികച്ച പ്രകടനം കാഴ്ചവയ്ക്കാൻ ഹെയ്ത്തിക്ക് സാധിച്ചതോടെ ഗോൾ കണ്ടെത്താനാകാതെ ബ്രസീൽ പ്രയാസപ്പെടുന്നു. 76-ാം മിനിറ്റിൽ എൻട്രിക്കിന്റെ പാസിൽ ഡഗ്ലസ് സാന്റോസിന്റെ ഷോട്ട് പോസ്റ്റിന് പുറത്തേക്ക്. 76-ാം മിനിറ്റിൽ എൻട്രിക്കിന്റെ പാസിൽ ഡഗ്ലസ് സാന്റോസിന്റെ ഷോട്ട് പോസ്റ്റിന് പുറത്തേക്ക്. 77-ാം മിനിറ്റിൽ റയാന്റെ പാസിൽ എൻട്രിക് ബ്രസീലിനായി വല കുലുക്കിയെങ്കിലും ഓഫ് സൈഡായി മാറി. അവസാന സമയത്തും ഗോൾ പിറക്കാതെ വന്നതോടെ 3-0 ജയം ബ്രസീലിന് സ്വന്തം.